അച്ഛാ, അമ്മ എപ്പോഴും നമ്മളോട് പറയത്തില്ലയോ വല്ലോ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ന്യൂ ഇയറിന് ഒരു സർപ്രൈസ് കൊടുത്താലോ? പിന്നെന്താ, നമുക്ക് ആലോചിക്കാം. കേക്കായാലോ? കേക്കൊരു സാധാരണ സംഭവമില്ല, ഒരു വെറൈറ്റി ഇല്ല. വേറെന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കാം. സാരിയോ? സാരിയും സാധാരണ, ഇതെന്തോ പ്രത്യേകത ഒന്നുമില്ല. ഇതൊക്കെ എല്ലാരും പ്രതീക്ഷിക്കുന്നതല്ലേ. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോ ഉണ്ട് ദൂരേന്ന് ഒരാളിങ്ങനെ എന്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോഴേ ഇത് ആരാന്നൊക്കെ തിരക്കുന്നു. ഇയാളെ ആണെങ്കിലോ നമുക്കൊരു പരിചയമുള്ള ആളൊന്നുമല്ല. അച്ഛാ, സർപ്രൈസ് കിട്ടി. നമുക്കേ ഈ തുടയ്ക്കുന്ന ഒരു റോബോട്ട് ഇല്ലയോ? ഇല്ല, വാക്യൂം ക്ലീനർ പോലത്തെ സാധനം. അത് ചിലപ്പോ ക്ലിക്ക് ആവും. അത് ചിലപ്പോ ഉച്ചക്ക് എന്തുവാ അങ്ങനെ ഞാനിങ്ങനെ നടന്ന് കുറേ ദൂരം. ചേട്ടനെ, ചായ ഞാൻ രാവിലെ തന്നപ്പോ മുതൽ നടക്കുമല്ലയോ? ഇതുവരെ നടന്നു കഴിഞ്ഞില്ലയോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ രണ്ടുപേർക്കും കൂടെ എന്റെ കുറെ നടക്കണ്ട, കുറച്ചു നേരം നിക്കേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ രണ്ടും കൂടെ എന്തോ എന്റെ കുറ്റം പറയുന്നേ? കുറ്റമല്ലയോ? പിന്നെ ഞാൻ വരുമ്പോ നിർത്തുന്ന എന്തിനാ? കഥയൊന്നും അല്ല. കഥയാന്ന് ഞാൻ വരുമ്പോഴും കേക്കണം. ഞാൻ വരുമ്പോ നടക്കും. ഞാൻ വരുമ്പോ മാത്രം അങ്ങ് നടക്കുവാ. നടന്നോണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഒന്നും കൂടി ഞാൻ വെക്കുന്നില്ല. വെള്ളം പോലും ആർക്കും തരത്തില്ല. ഇതുപോലെയുള്ള സർപ്രൈസുകളൊക്കെ നല്ലതാണ്, പക്ഷെ പതിയിരിക്കുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കുക. എനിവേ, ഹാപ്പി ന്യൂ ഇയർ അല്ലേ എല്ലാവർക്കും.